ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് കുറച്ച് പ്രകൃതി രമണീയമായ ഭംഗി ആസ്വദിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചായയൊക്കെ ഇങ്ങനെ അകത്താക്കി അങ്ങനെ കാശിക്കുട്ടനൊക്കെ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ നേരത്തെ തന്നെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അമ്മ താണ്ട് ഇളമണ്ണ് വരെ പോയിട്ട് വന്നൊരു തേയിലവെള്ളം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ തേയിലവെള്ളമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം താണ്ട് ഞാനാണെങ്കിൽ തേയിലവെള്ളം ഇടുമ്പോൾ അമ്മേനോട് പറയും തേയില കുറച്ചേ ഇടാൻ പാടുള്ളൂ, കാരണം അതെല്ലാം കൂടെ വാരിയിട്ട് കഴിഞ്ഞാൽ ഇറക്കാൻ പോലും പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് വളരെ കുറച്ച് തേയിലപ്പൊടി ഇട്ടിട്ട് ഞാനൊരു തേയിലവെള്ളം ഇടുവാണ്. അങ്ങനെ തേയിലവെള്ളമൊക്കെ ഇട്ട് സെറ്റാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ തേയിലവെള്ളം കൊടുക്കാനെ കൊണ്ടൊരു എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം വന്നപ്പോൾ അമ്മയുടെ കയ്യിൽ ഒരു പൊതി ഉണ്ടായിരുന്നു, നല്ല ചൂട് പരിപ്പോടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചൂട് പരിപ്പോടെയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ എന്നോടൊരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കോഴി ഒരു ദിവസം ഒരു മുട്ടയിടും, അത് പോയൊന്ന് എടുത്തുകൊണ്ട് വരണേ, നശിപ്പിച്ച് കളയില്ലേ, കാരണം ഇത് തന്നെ കൊത്തി കുടിക്കുമല്ലോ. അങ്ങനെ ഞാൻ വളരെ കഷ്ടപ്പെട്ട ആ ഒരു പ്രയത്നം ഭയങ്കര ഗംഭീരമായിട്ട് തീർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കോഴിക്കൂട്ടിൽ ചെന്ന് മുട്ട കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാനതിങ്ങനെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ വിചാരിച്ചു വെറുതെ നമുക്ക് പരിസരം തോട്ടൊന്ന് ഇറങ്ങിച്ചെല്ലാന്ന്. അങ്ങനെ ഒരുപാട് നാളിന് ശേഷം പരിസരം വീക്ഷിക്കാനെ കൊണ്ട് പോവാണ് കേട്ടോ. അങ്ങനെ മഴയൊക്കെ മാറി സംഭവങ്ങളെല്ലാം നാടിങ്ങനെ തളർത്ത് നിൽക്കുന്നുണ്ട്. മഴ മാറിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല, മഴയൊക്കെ ഇപ്പം ഇങ്ങനെ വരുമല്ലേ. അപ്പം പരിസരവും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ചെറിയ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കുറച്ച് കാന്താരിപ്പുണ്ട്, ഇവിടെ കുറച്ചധികം കാന്താരിപ്പുണ്ട് കേട്ടോ. പഴുക്കാറായതും പഴുത്തതുമായിട്ടുള്ള നിരവധി കാന്താരി. ഇനിയിപ്പോൾ ഇതൊക്കെ നിർത്തിയിട്ട് നമുക്ക് കാന്താരി കൃഷി തുടങ്ങാൻ തോന്നും. പിന്നെ അതുകൊണ്ടൊരു റോബസ്റ്റ പഴം നിൽപ്പുണ്ട്. പഴമല്ലല്ലോ, കൊല. ഇതാണ് റോബസ്റ്റ. ഇത് നമ്മുടെ അമ്മയുടെ നീലയാമ്പരി, മഞ്ഞൾ, അങ്ങനെ കുറച്ചധികം സാധനം. എന്നെ കാണാതെ വന്നപ്പോൾ എൻ്റെ കാശിക്കുട്ടൻ ഇറങ്ങി വരുന്നുണ്ട്. വാ, അതൊഴുകി പോര്. എന്തെടുക്കുവാ? പിന്നെ ദാണ്ട് വേറൊരു റോബസ്റ്റ ഇപ്പുണ്ട്. പിന്നെ നമ്മുടെ പന്നിയുടെ അക്രമത്താൽ നഷ്ടപ്പെട്ടു പോയ കൃഷിയിടമാണിത്. അങ്ങനെ അതവിടെ കിടപ്പുണ്ട്. അതാണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. തിരിച്ചു പോവാം. ഇതെന്തോ കാശി അമ്മയുടെ കയ്യിലിരിക്കുന്നേ? എഗ്ഗോ? ഇതൊക്കെ എന്തുവാ? മുളക്. എന്തിയാ മുളക്? പഴുത്ത മുളക് എന്തിയാ തൊട്ട് കാണിച്ചേ? പഴുത്ത മുളക്. പച്ചമുളകോ? ഈ പഴുത്ത മുളകിൻ്റെ കളർ എന്തുവാ? പഴുത്ത മുളകിൻ്റെ കളർ എന്തുവാണ്? ഇതെന്തോ കളറ്? ഇതെന്ത് കളറ്? ഓറഞ്ച് പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ കളർ എന്തുവാ? ഓ, വെരി ഗുഡ്. ബാ, ഇനി എന്തോ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്? നമ്മുടെ ഡ്രാഗണോടൊന്ന് കാണിച്ചു കൊടുക്കാം. പോട്ടെ, വണ്ടി പോട്ടെ, നീളത്തിൽ പോ. ഈ മുട്ട എടുക്കാൻ വിട്ടതാണ് അമ്മ എന്നെ. തിരിച്ചങ്ങ് കൊണ്ട് കൊടുക്കണം. ഡ്രാഗൺ. ഇപ്പം നമ്മുടെ ചേട്ടൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയാട്ടോ ഇത്. കായൊന്നും വന്നിട്ടില്ല, പക്ഷെ ഇതിങ്ങനെ മേളോട്ട് പോയിട്ടുണ്ട്. വരുവായിരിക്കാം. ഞങ്ങളുടെ കളിയാക്കൽ കാരണമെങ്കിലും ഇതിലൊരു കാ വന്നിട്ട് വേണം ചേട്ടനൊന്ന് നേരെ നിൽക്കാൻ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ പരിസരമെല്ലാം ഒന്ന് വീക്ഷിച്ചു. ഇതാണ് കാരണം, ഈ ഒരു മുട്ട എടുക്കാൻ വന്നതാണ് പരിസരം വീക്ഷിക്കാനുള്ള കാരണം. അപ്പോൾ ഇനി നമുക്ക് മുട്ടയൊക്കെ കൊണ്ടു കൊടുക്കാം. മാറ് ഞാൻ വരാം, നീ പോകും. മോമേ മുട്ട കൊണ്ട് കാണിച്ചു. മുട്ട എടുത്തതാ. ഞങ്ങൾ മുട്ടയൊക്കെ എടുത്ത് ഇന്ന് എങ്ങനാണേലും മുട്ട എടുക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ നോക്കിയിരുന്ന് വേണം. അതുകൊണ്ട് എൻ്റെ പൊന്നോന് കൊടുക്കാമല്ലോ.
അയ്യോ, അങ്ങനെ പരിസരമൊക്കെ വീക്ഷിച്ച് വന്നപ്പോഴത്തേക്കിനും നല്ല മഴക്കോളൊക്കെ ആയി വരുന്നുണ്ട്. ഇനിയിപ്പം നമുക്കൊന്ന് കുളിച്ചിട്ട് സെറ്റായി വരാം കേട്ടോ. അങ്ങനെ നേരെ പോയി ഒരു കുളി അങ്ങ് പാസ്സാക്കി. അങ്ങനെ കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഉഷാറായി കേട്ടോ. ആദ്യം കണ്ട ആ ഒരു വളിച്ച മുഖവും കാര്യങ്ങളൊക്കെ മാറിയല്ലോ. ഇനി ഞാൻ സ്ഥിരം ചെയ്യാറുള്ളൊരു കാര്യമാണ് അലോവേര ജെല്ല് ജസ്റ്റ് നമ്മുടെ മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അതുകൂടെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും നമ്മളങ്ങ് സെറ്റായി കളയും കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഏകദേശം ഉച്ചയൂണിനുള്ള സമയമായിട്ടുണ്ട്. ഇനിയിപ്പം പെതുക്കെ നമ്മൾ അടുക്കളയിലേക്ക് ചെന്നിട്ട് ഉച്ചയൂണിൻ്റെ കാര്യങ്ങൾ നോക്കുക കേട്ടോ. അപ്പം രാവിലെ തന്നെ എല്ലാം റെഡിയാവും. അങ്ങനെ ഇന്ന് അവധിയായിരുന്നല്ലോ, കാശിക്കൊക്കെ പോകാനൊക്കെ ഉണ്ട്. അന്നേരം വലിയ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് കറങ്ങി അടിച്ചൊക്കെ നടന്നു. അപ്പോഴത്തേക്കിനും അമ്മ പോയിട്ട് വന്നതുകൊണ്ട് ഇടവേളയ്ക്കുള്ള ഭക്ഷണം കിട്ടി. അങ്ങനെ എന്താ പറയുക, ചോറൊക്കെ കഴിക്കാനൊക്കെ കൊണ്ട് പോവാണ്. അപ്പോൾ ദാണ്ട് കാശി കാർട്ടൂൺ കാണൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഫേസിനേക്കാളും ചെറിയൊരു മാറ്റമില്ലേ. അപ്പോൾ ദാണ്ട് ചോറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ അത്രയുള്ളൂ. ടാറ്റാ.